പുതിയാപ്പയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോടെ ശ്രീ ഭഗവതി ധർമ്മ പരിപാലന അരയ സമാജം നിർമ്മിച്ച അമൃതം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിച്ചു. സമാജത്തിന് വേണ്ടിയുള്ള കരുതലാണ് അമൃതമെന്നും ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു. കോഴിക്കോട്ടെ പുതിയാപ്പക്കാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2020 തുടങ്ങിയതാണ് അമൃതമെന്ന് പേര് നൽകിയ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയാപ്പക്കാർക്ക് മുന്നിൽ അമൃതമുണ്ട്. സമാജത്തിന് വേണ്ടിയുള്ള കരുതലാണ് അമൃതമെന്നും ചിദാനന്ദപുരി സ്വാമികൾ അഭിപ്രായപ്പെട്ടു. നമ്മൾ കഷ്ടപ്പെട്ട് കടലിൽ പോയി മല്ലടിച്ച് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതായ സമ്പത്തി അമ്മയുടെ സേവ ചെയ്യണം, ക്ഷേത്രങ്ങൾ നല്ലപോലെ പരിപാലിക്കണം. അതിലുപരി സാമാജിക ഉത്കർഷത്തിന് വേണ്ടിയാണ് നീക്കി വെക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ സമാജത്തിൻ്റെ ഉത്കർഷത്തിന് ഉതകുന്ന തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപരിക്കാൻ കേവലം നമ്മൾ മാത്രമല്ല, മറ്റു സമാജങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പ്രേരണയായിരിക്കും, പ്രേരണയാക്കണം. അരിയ സമുദായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് അമൃതമെന്നും MK രാഘവൻ MP പറഞ്ഞു. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുക മാത്രമല്ല, ഒരു വലിയ ജനപങ്കാളിത്തത്തോടു കൂടി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അരയ സമാജത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാനിവിടെ കാണുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ MLA തോട്ടത്തിൽ രവീന്ദ്രൻ, അരയ സമാജം പ്രസിഡന്റ് K സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.